പ്രകൃതി സുന്ദരമായ ഗ്രാമം എന്ന് പറയാം അല്ലേ? അങ്ങനെയല്ലേ കൂട്ടാ? പ്രകൃതി ഇതല്ലേ കടവ്? പിന്നെ പുഴക്കടവ് നോക്കാം. ഞാൻ അവിടെ ഇറങ്ങി നോക്കട്ടെ. ഈ ടാങ്കിൽ നിന്നാണ് ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം പോണത്, സപ്ലൈ പോണത്. മണ്ണാറ് ഇതിനുള്ളിലെ ഒരു വീട്ടിലാണ് എൻ്റെ വല്യച്ഛൻ്റെ മകനും പിന്നെ ആ വല്യമ്മയും താമസിക്കുന്നതിനുള്ളൊരു വീട്ടിലാണ്. അവിടേക്ക് വന്നതാണ്, ഓണായിട്ട് അവിടേക്ക് വന്നതാണ്. അപ്പോൾ ചുമ്മാ അതിങ്ങനെ ഈ ഒരു ലൊക്കാലിറ്റി ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. ഈ ടാങ്കിൽ നിന്നാണ് ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം പോണത്, സപ്ലൈ പോണത്. ഇതിലേക്ക് പമ്പ് ചെയ്ത് ഇവിടുന്ന് കയറ്റും. അങ്ങനെ ഇതിന് മുകളിൽ നിന്ന് ഞാൻ എൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കി, പക്ഷേ അങ്ങോട്ട് വഴിയില്ല, ആ കാട് പിടിച്ചിറക്കുക. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പാമ്പിൻ്റെ വെടി കിട്ടും. പിന്നെ ആ പണിക്ക് നിൽക്കണില്ല. എവിടെയാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. വീണത് പറയാനില്ല, അങ്ങോട്ട് പോയോ വെറുതെ അവിടേക്ക് പോയി വരാം, നടന്നു വരാം. പുഴയുടെ തീരത്തേക്ക്, അതായത് കുറുമാലി പുഴയല്ലേ ഇത്? ഇതല്ലല്ലോ, അപ്പുറത്ത് കൂടെ ഒരു വഴിയില്ലേ? ഇതല്ലേ കടവ്? പിന്നെ പുഴക്കടവ് നോക്കാം. ഞാൻ അവിടെ ഇറങ്ങി നോക്കട്ടെ. കുറുമാലി പുഴയാണ്, പുഴയുടെ തീരം ഉണ്ടല്ലേ, നല്ല അടിപൊളി സ്ഥലം. അവിടെ ഇറങ്ങാൻ പറ്റില്ല, ആകെ ചളി പിടിച്ചിരിക്കുക, അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പുഴയിലേക്ക് വീഴും. അതാ വരുന്നു പുഴ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നടക്കാനുള്ള നടപ്പാതയൊക്കെ ഉണ്ട്. വൈകുന്നേരം ആളുകൾക്ക് വന്നിരിക്കാം. പക്ഷെ വന്നിരിക്കാൻ അറിയാം ആൾക്കാരൊന്നും. എന്താ അവിടെ ചെയ്യണേ? അവിടെ എന്താ ചെയ്യണേ? ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ്. കുട്ടനവിടെ വീണു, പുഴയുടെ അവിടെ വീണു. കുട്ടനവിടെ വീണ വീഡിയോ ഇല്ലേ അത്? മറ്റേ ഫോണിലില്ലേ അത്? കുട്ടനവിടെ വീണു. ഇതാണ് സ്ഥലം. എന്ത് കുഴപ്പം? കാട് പിടിച്ചൊക്കെയാണ്. അപ്പുറത്തൊരു അമ്പലം ഉണ്ട്, നമുക്ക് അമ്പലത്തിൻ്റെ അത് പോയാലോ? അമ്പലക്കടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. അമ്പലക്കടവ് അമ്പലം. ഇതിൻ്റെ അപ്പുറത്തൊരു കടവുണ്ടായിരുന്നല്ലോ, അമ്പലം. ഇവിടെ പാഴായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുതുക്കാട് സെക്ഷൻ്റെ വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൽ നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല, ജസ്റ്റ് ഇവിടുന്ന് പോയി വരാം. നോക്കിയോട്ടെ. പുഴയുടെ സൈഡിലാണ് കുറുമാലിപ്പുഴ. ഇവിടെ നിന്ന് ആരെയും കാണാനില്ല, ഇവിടെ ഒന്നും മനുഷ്യല്ലേ. അങ്ങനെ പുഴ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് പുഴയിലല്ലേ, നല്ല ഒഴുക്കുണ്ട്. കണ്ടില്ലേ, ചുഴിയുണ്ടല്ലേ പുഴയിൽ. പുഴ ഇതിലങ്ങനെ അങ്ങോട്ട് പോകുന്നു. കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്കതിലും തിരിച്ചങ്ങോട്ട് നടക്കാം. ഓക്കെ കുട്ടാ വായോ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോരാ. അത് മതി. ഇനി അല്ലെങ്കിൽ ഞാൻ അവിടെ ആദ്യം വീഴും. നേരത്തെ വീണ പോലെ വീണില്ലേ നേരത്തെ? ശ്രീരാമകൃഷ്ണ ആശ്രമം പാലാഴി. പ്രകൃതി സുന്ദരമായ ഗ്രാമം എന്ന് പറയാം അല്ലേ? അങ്ങനെയല്ലേ കൂട്ടാ? പ്രകൃതി സുന്ദരമായ ഗ്രാമമല്ല? ആരൊക്കെ അറിയാലേ. അപ്പോൾ എനിക്കാണ് ചുമ്മാ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. പാലാഴി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. തൃശ്ശൂരിൽ നിന്ന് പുതുക്കാട്, ഊരകത്തുനിന്ന് പുതുക്കാട് പോകുന്ന വഴിയുള്ള സ്ഥലമാണ് പാലാഴി. അപ്പോൾ ഇവിടെ ഒരു ബാലമന്ദിരമുണ്ട്. ഇതൊരു പുറത്തുള്ളൊരു ബാലമന്ദിരമാണ്. കുറേ കുട്ടികളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് തോന്നുന്നു. ഇത് ബാലനന്ദ ബാലസദനം. പിള്ളേരവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഉഷാറായിട്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ബൈ.